ഹലോ ഗൈസ് ഷീമോൾ ഈ തൊട്ടുകൊണ്ടിരിക്കുന്ന ആട് നമ്മൾ പറഞ്ഞ വലിയ ബിഗ് സർപ്രൈസാണ് കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്ത് അമ്മമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ട് എനിക്ക് ആട്ടുകുട്ടി വേണമെന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് പിറ്റേ ദിവസം തന്നെ ഒരു വലിയ ആടും കൊണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അച്ഛൻ. അപ്പോൾ ഷീമോളും അക്കൂനും ഇവിടെ എല്ലാ വീടുകളിലും ആടും കോഴിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആട് വേണം കോഴി വേണമെന്ന് കുറേ ആയിട്ട് എണ്ണീട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമുക്ക് ഈ പിള്ളേരെ നോക്കുന്നതിന് വലിയ പാടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ആടും കോഴിയൊന്നും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കാതെ ഇരുന്നതാണ്. ഇവൾ കുഞ്ഞാട് കണ്ടിട്ട് എനിക്ക് കുഞ്ഞാട് വേണമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ അച്ഛൻ ഒരു ആട്ടിനെ എത്തിച്ച് തന്നിട്ടുണ്ട്. സംഭവം കുഞ്ഞാടായിരുന്നില്ല, നോക്കുമ്പോൾ ഇത് പ്രസവിക്കാനായ ആടാണെന്ന് കേട്ടോ ആട് കൊണ്ടുവന്ന ആൾ പറഞ്ഞത്. എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10 ദിവസത്തിൽ പ്രസവിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ആൾ. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല സ്വഭാവമാണ്. ഇവരെന്തോരം ചോദിച്ചിട്ട് അതൊന്നും കാണിക്കുന്നില്ല, അത് മിണ്ടാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സമാധാനം. അപ്പം നമ്മുടെ വീട്ടിലിട്ട് വന്ന പുതിയ ഗസ്റ്റാണ് ഗൈസ്. ഇവൾക്ക് ഒരു പേരും കൂടി ഇട്ടിട്ടുണ്ട്. മോളെ അമ്മീന്ന പേരിട്ടിരിക്കുന്ന. വൈകാതെ ഇവിടെ കുഞ്ഞും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വരുന്ന വീഡിയോസിൽ ഇവരെയും കൂടി കാണാൻ പറ്റും. ഇത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവരെന്നെ കൂടെ ഒരു പണി ചെയ്യിപ്പിച്ചു ഗൈസ്. എന്താണെന്നറിയോ, 2 കോഴികളെയും കൂടി വാങ്ങിപ്പിച്ചു. ഇതാണ് കേട്ടോ തൊഴുത്തെന്ന് പറയുന്നത്. ഇതൊന്ന് സെറ്റാക്കിയിട്ട് അവളെ അവിടെ നിന്ന് കിടത്താനുണ്ട്. പിന്നെ അതേ കോഴി വാങ്ങിച്ചിട്ടുണ്ട്. കോഴി വാങ്ങിച്ചതിന് കൂടില്ല ഗൈസ്. നമ്മൾ എന്തായാലും ഒരു കൂടൊക്കെ സെറ്റാക്കിയിട്ട് വരുന്നത് വരെ ഈ ഒരു വട്ടിക്കകത്ത് കിടക്കട്ടെ എന്ന് കരുതിയിട്ട് അവരെ കിടത്തിയിട്ടുണ്ട്. അവർ നല്ല പേടിച്ച് വറച്ചിട്ടാണ് കേട്ടോ അതിനകത്ത് കിടത്തുന്നത്. അപ്പോൾ വൈകാതെ ഇവർക്ക് ഒരു കൂടും കൂടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഇവരെയൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.